പിന്നിൽ നമ്മൾ കുട്ടിക്കാലം മുതൽ ശബ്ദത്തിൻ്റെ വളരെ വലിയ ആരാധകരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ വളരെ വലിയൊരു ആരാധകനായിരുന്നു. അതുപോലെ തന്നെയായിരിക്കും ഒത്തിരി ഇറങ്ങുന്നത് നിങ്ങളും. കാരണം നമ്മൾ പണ്ട് പാട്ടൊക്കെ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടി വിയിൽ പരിപാടികളിൽ റേഡിയോയിൽ ഇതിലൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ ശബ്ദം കൂടുതൽ കേട്ടാൽ കൊള്ളാമെന്നുള്ളൊരാഗ്രഹം എല്ലാവർക്കും കാണാൻ വേണ്ടി വെറുതെ ചുമ്മാ ശബ്ദം കേൾക്കുകയല്ല, അതിന് കുറച്ചുകൂടെ എഫക്റ്റ് കൊടുത്ത് നല്ല ബാസും ബീറ്റും ട്രബിളൊക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ ഒരു സൗണ്ട് എഞ്ചിനീയർ ആവാനുള്ളൊരു ശ്രമം എല്ലാവർക്കും കുട്ടിക്കാലത്ത് വരെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെറിയ ബോക്സോ അല്ലെങ്കിൽ 2 സ്പീക്കർ അഡീഷൻ, ചെറിയ സ്പീക്കർ ആണെങ്കിൽ പോലും അത് 2 കണക്ട് ചെയ്ത് കുറച്ചും കൂടെ ശബ്ദം കുറച്ചും കൂടെ വ്യത്യാസം അതിന് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു വേരിയേഷൻ കിട്ടിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതിനുവേണ്ടി പലരും വലിയ ജംബോ ബോക്സുകളും ഭയങ്കര സെറ്റപ്പുകളൊക്കെ, ചെറിയ മുറിയാണെങ്കിൽ പോലും അവിടെ ഭയങ്കര സെറ്റപ്പുകളായിരിക്കും. ഒരിടത്തൊന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. അതുപോലെ നമ്മൾ സെറ്റപ്പ് ചെയ്യും നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് സിസ്റ്റം നമ്മൾ ഭയങ്കരമായിട്ട് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണത നമുക്ക് പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും അത് തുടരുന്നവരുണ്ട്. ഞാനത് വളരെ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ആ സമയങ്ങളിൽ നമുക്കതിന് സാധിക്കാറുണ്ടായില്ല. കാരണം നമ്മൾ കൂട്ടുകാരെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അതുപോലെ ഉണ്ട്, നമുക്കും അതുപോലെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. ഇപ്പോഴാണെങ്കിലും നമ്മൾ ചെറിയൊരു നല്ല സെറ്റപ്പുകളൊക്കെ വെച്ച് നമ്മളത് കൊണ്ട് സന്തോഷം കണ്ടെത്താറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സൗണ്ടിനെ ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിൽ കാട്ടി കൂട്ടിയിട്ടുള്ള ആ ഒരു സൗണ്ട് സെറ്റപ്പും കാര്യങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമോ?